തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആത്മവരങ്ങൾ എന്നുള്ള വിഷയം ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ ഒരു പിന്തുടർച്ച കിട്ടാനായിട്ട് ആ സ്ലൈഡുകളിലൂടെ ഒന്ന് പെട്ടെന്ന് കടന്നുപോയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. വിശ്വാസികളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് ആത്മവരങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ കൃപാവരങ്ങൾ നൽകുന്നു. രണ്ടാമതായിട്ട് ആത്മനിറവ് നൽകുന്നു. ഈ ആത്മനിറവ് ലഭിച്ചാൽ അത് മുഖാന്തരം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക വ്യതിയാനങ്ങൾ വരുന്നു, നമ്മുടെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരുന്നു, അതുപോലെ ആത്മഫലം ലഭിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മവരങ്ങളെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. എന്താണ് ആത്മവരം? വരം എന്ന അർത്ഥത്തിൽ വേദപുസ്തകത്തിൽ രണ്ട് പ്രയോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നാം ദൈവത്തിന് സമർപ്പിക്കുന്ന യാഗങ്ങളെയോ വഴിപാടുകളെയോ അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളെയോ വരങ്ങളായിട്ട് അല്ലെങ്കിൽ ദാനങ്ങളായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതിനെക്കുറിച്ചും രക്ഷയെ നമുക്ക് തന്നതിനെക്കുറിച്ചും ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. ഡോറോൺ എന്നുള്ള പദം, അത് നമുക്ക് ദൈവം തരുന്ന, വിശ്വാസികൾക്കെല്ലാം ദൈവം തരുന്ന ചില ദാനങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വഴിപാടുകളെക്കുറിച്ചും പുതിയ നിയമത്തിൽ ഈ പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വിഷയം ആത്മാവിൻ്റെ കൃപാവരം അല്ലെങ്കിൽ ന്യൂമാറ്റിക്കോസ് കാരിസ്മ എന്നുള്ള അർത്ഥത്തിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. അതാണ് ശരിക്കുമുള്ള ആത്മീകമായ കൃപാവരം. അതാണ് ആത്മവരം എന്ന് നമ്മൾ ചുരുക്കത്തിൽ ഈ പ്രസന്റേഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആത്മാവിൻ്റെ കൃപാവരം. പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും നൽകുന്ന പ്രത്യേക ശാക്തീകരണമാണ് ആത്മവരങ്ങൾ. ഓരോ വിശ്വാസിക്കും പ്രത്യേകമായിട്ട് ദൈവം നൽകുന്ന ചില കഴിവുകൾ, ചില പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ, അതിനെയാണ് കൃപാവരം എന്ന് വിളിക്കുന്നത്. കർത്താവിൻ്റെ ശരീരമായ സഭയിൽ ഓരോ വിശ്വാസിയും നിർവഹിക്കേണ്ട ചുമതല അനുസരിച്ച് പ്രത്യേകം ആത്മവരങ്ങൾ ദൈവം നൽകുന്നു. ഓരോ വിശ്വാസിക്കും ഓരോ പ്രത്യേക ചുമതല, ചില പ്രവർത്തനങ്ങൾ ദൈവം അവർക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ ആത്മവരങ്ങൾ അനുസരിച്ച് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നെ ഈ പ്രത്യേക കൃപാവരം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ചുമതല ഇതാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തിരിച്ചും എനിക്ക് പ്രത്യേകമായിട്ട് ഈ ഉത്തരവാദിത്വം ദൈവം തരുന്നുവല്ലോ, പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചുമതലകൾ തരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൃപാവരം എന്താണ് എന്ന് കണ്ടുപിടിക്കാനും അതിനെ ജ്വലിപ്പിക്കാനുമായിട്ട് ദൈവം കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ദാവീദിന്റെ കാര്യത്തിൽ ദാവീദിന് യുദ്ധം നയിക്കാനുള്ള കഴിവുണ്ട് എന്ന് ദാവീദിന് മനസ്സിലാകുന്നത്, ദാവീദ് ശൗലിനോട് പറയുന്നുണ്ട്, ഒരു സിംഹം, ഒരു കരടി എൻ്റെ നേരെ വന്നു, അവയൊക്കെ ഞാൻ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഈ ഗത്യനായ ഈ മനുഷ്യനെ, ഗോലിയാത്തിനെ കൊന്നുകളയാനായിട്ട് എനിക്ക് കഴിയും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതെങ്ങനെയാ മനസ്സിലായത്? പ്രത്യേക ജീവിത സാഹചര്യത്തിൽ അവന് പ്രത്യേക ചുമതല ആരും ഏൽപ്പിക്കാതെ തന്നെ അവന്റെ തലയിൽ വന്നു. പ്രത്യേകിച്ച് ഒരു സിംഹം വന്നപ്പോഴ്, അല്ലെങ്കിൽ ഒരു കരടി വന്നപ്പോഴ് അവന് അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ട ചുമതല വന്നു ചേർന്നു. അപ്പോഴ് അവൻ ആ പ്രതിരോധം ഏറ്റെടുത്തു. ആ കരടിയെയും സിംഹത്തെയും കൊന്ന് തൻ്റെ ആടുകളെ രക്ഷിച്ചു. അപ്പൊ ഇപ്പോഴ് ഈ ഗത്യനായ ഗോലിയാത്ത് വന്നപ്പോഴ് ദാവീദ് ഈ രാജാവിനോട്, ശൗലിനോട് പറയുക, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നേരത്തെ ഒരു കരടിയും ഒരു സിംഹവും എനിക്ക് നേരെ പാഞ്ഞെടുത്ത് വന്നപ്പോഴ് അവയെ കൊന്നുകളയാനുള്ള കഴിവ്, കൃപാവരം ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് ഈ ഗത്യനായ ഗോലിയാത്തിനെ നേരിടാനുള്ള കൃപാവരം എനിക്കുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ദാവീദ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, കൃപാവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചുമതലകൾ കണ്ടുപിടിക്കാനും
അതുപോലെ നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നിറവേറ്റുന്ന ചുമതലകളുടെ അടിസ്ഥാനത്തിൽ കൃപാവരങ്ങൾ കണ്ടുപിടിക്കാനും പലപ്പോഴും സാധിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൃപാവരങ്ങൾ അറിയത്തില്ല എന്ന് പറയുന്നതിന് വാസ്തവത്തിൽ ന്യായീകരണമില്ല. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളുടെ അടിസ്ഥാനത്തിൽ കൃപാവരം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുമതല കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാതിരിക്കുന്നതിൽ, അതിനെ ജലിപ്പിക്കാതിരിക്കുന്നതിൽ വാസ്തവത്തിൽ ന്യായീകരണം ഒന്നുമില്ല. ചിലപ്പോൾ വരങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന ആളുകൾ തന്നെ സഭയ്ക്കുള്ള കൃപാവരങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. വേദപുസ്തകത്തില് ചില വ്യക്തികൾ അല്ലെങ്കിൽ സഭയുടെ ചില ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ സഭയിലുള്ള ചില ചുമതല വഹിക്കുന്നവരെ തന്നെ കൃപാവരം എന്നുള്ള രീതിയിൽ വിളിച്ചിട്ടുണ്ട്. അപ്പം കൃപാവരം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില പ്രത്യേക കഴിവുകൾ മാത്രമല്ല, സഭയ്ക്ക് തന്നിരിക്കുന്ന ചില വ്യക്തികളും കൃപാവരമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മവരങ്ങളെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണ് 1 കൊരിന്ത്യർ 12:1-14 വരെ, 27-31 വരെ, 1 പത്രോസ് 4:10-11, എഫേസ്യർ 4:7-16, റോമർ 12:1-8 വരെയുള്ള ഭാഗങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ മുന്നലത്തെ സ്ലൈഡിൽ 1 പത്രോസ് 5:11-12 എന്നാണ് എഴുതിയിരുന്നത്. അത് 4:11-12 ആ തെറ്റ് വന്നതിൽ ഖേദിക്കുന്നു. ഒരു സഹോദരന് അത് ചൂണ്ടിക്കാണിച്ചു, നന്ദി. അപ്പോഴ് ഈ 4 വേദഭാഗങ്ങളാണ് ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാന വേദഭാഗങ്ങൾ. എന്നാൽ ഈ ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ ഒരു പട്ടികയും പൂർണ്ണമല്ല. എന്ന് പറഞ്ഞാൽ എല്ലാ കൃപാവരങ്ങളും ഉള്ള ഒരു പട്ടികയും ബൈബിളിലില്ല. മാത്രമല്ല എല്ലാ പട്ടികകളും വ്യത്യസ്തവുമാണ്. ഒരു പട്ടികയും പൂർണ്ണമല്ല, എല്ലാം വ്യത്യസ്തവുമാണ്. എന്താ അത് കാണിക്കുന്നത്? അത് കാണിക്കുന്നത് ഈ പട്ടികകളില്, ഈ 4 വേദഭാഗങ്ങളില്, 4 അധ്യായങ്ങളില് പറഞ്ഞിരിക്കുന്ന പട്ടികകളിലല്ലാത്ത കൃപാവരങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പട്ടികകളിൽ പറഞ്ഞ 20 കൃപാവരങ്ങളേ ഉള്ളൂ, ഇനി വേറൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ന്യായമില്ല. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 10 കൽപ്പനകൾ നോക്കിയാൽ മതി. വേദപുസ്തകത്തില് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളിൽ 10 കൽപ്പനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ്, 2 ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലാണ്. ഈ 2 ഭാഗങ്ങളിലുള്ള ലിസ്റ്റുകൾ നോക്കിയാൽ ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എന്താ കാരണം? 10 കൽപ്പനകളായതുകൊണ്ട് ആ 10 കൽപ്പനകൾ ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് 10-ഉം ഒരു ഭാഗത്ത് 11-ഉം കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. പണ്ടാരാണ്ട് സൺഡേ സ്കൂൾ ടീച്ചർ 10 കൽപ്പനകളിൽ ഉൾപ്പെട്ടത് എത്ര കൽപ്പനയാണ് എന്ന് ചോദ്യം ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, 10 കൽപ്പനകൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 11ാമത് ഒരു കൽപ്പന അതിനകത്ത് ചേർക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അത് പറയുന്ന 2 ഭാഗങ്ങളിലെ 10 കൽപ്പനകൾ അക്ഷരം പ്രതി ഒന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരേ കാര്യം പറയുന്ന ലിസ്റ്റുകളിൽ തുല്യമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അത് എക്സോസ്റ്റീവാണ്, അല്ലെങ്കിൽ പൂർണ്ണമാണെന്നാണ്. എന്നാൽ നമ്മൾ ഈ 4 ഭാഗങ്ങൾ നോക്കിയാൽ ഒരു പട്ടികയും പൂർണ്ണമല്ല, അവ വ്യത്യസ്തമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ പട്ടികകളൊക്കെ തന്നെ ഇൻഡിക്കേറ്റീവാണ്, അല്ലെങ്കിൽ സൂചകങ്ങളാണ്. അതിലൊന്നിലും എല്ലാ കൃപാവരങ്ങളും പറഞ്ഞിരിക്കണമെന്നില്ല. ഇപ്പം ഇതിൽ പറയാത്ത കൃപാവരങ്ങൾ കാണാം. നമ്മൾക്ക് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ചിന്തിച്ചാൽ സൈമൺ സാർ ഒരുപാട് കൃപാവരമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കൃപാവരങ്ങളുണ്ടായിരുന്നു. പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന പല കൃപാവരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പട്ടികയിൽ പറയാത്ത അനേക കൃപാവരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കവിത എഴുതാനുള്ള കൃപാവരം, പാട്ട് എഴുതാനുള്ള കൃപാവരം, അത് ക്രൈസ്തവ കൈരളിയെ സന്തോഷത്തിലും ആത്മനിർവൃതിയിലും ആത്മീക വളർച്ചയിലും നയിച്ച അനേക ഗാനങ്ങൾ എഴുതിയ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ പാട്ടുകൾ അദ്ദേഹത്തിന്റെ കൃപാവരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പട്ടികയിൽ പറയാത്ത കൃപാവരങ്ങളും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് നമുക്ക് ഏത് കൃപാവരമാണ് തന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ച് അവയെ ജ്വലിപ്പിക്കാനുള്ള ആവശ്യമുണ്ട്. ഇനി ആത്മവരങ്ങളുടെ ഉദ്ദേശം ഒന്ന്, ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുക. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. സഭ വളരുന്നത് വഴി, നല്ല നല്ല ശുശ്രൂഷകള് നമ്മൾ ചെയ്യുന്ന വഴി മറ്റുള്ളവരുടെ ഇടയിൽ ദൈവനാമം ഉയർത്തപ്പെടണം. അതുപോലെ മറ്റുള്ള വിശ്വാസികൾക്കുള്ള ഗുണത്തിന് വേണ്ടിയാണ് ഈ
കൃപാവരങ്ങളെല്ലാം തന്നിരിക്കുന്നത്. ഞാൻ വളരാനായിട്ട് ദൈവം എന്നെ ഒരു കൃപാവരവും ഏൽപ്പിച്ചിട്ടില്ല. അതിന് ദൈവവചനമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ കൃപാവരങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാ. അപ്പൊ എന്നെ ഏൽപ്പിച്ച കൃപാവരങ്ങള് എന്റെ വളർച്ചയ്ക്കായിട്ടാണെന്ന് പറഞ്ഞത് ദുരുപയോഗം ചെയ്താൽ അത് വിത്തിനിട്ട് നെല്ലെടുത്ത് കുത്തി ചോറുണ്ടാക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ പൊതുവേ ഉള്ള പണമെടുത്ത് ഒരു വ്യക്തി തന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കൃപാവരങ്ങള് എന്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല, മറ്റുള്ളവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഒരു കാര്യം കൂടെ അപ്പം നമ്മൾ ഓർക്കണം. മറ്റുള്ളവരുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ച കൃപാവരങ്ങൾ ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ സ്വാർത്ഥയാണ്. എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു കാര്യം ദുരുപയോഗം ചെയ്യുന്നവനാണ്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാതെ അവരെ പട്ടിണിക്കിടുന്ന ഒരു മാതാവിനെ പോലെയോ ഒരു പിതാവിനെ പോലെയോ ഞാൻ അവിശ്വസ്തനാണെന്ന് കരുതേണ്ടി വരും. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ച വിഭവങ്ങള് വിശ്വസ്തമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇത് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ദൈവം കൃപാവരങ്ങള് ഒന്നോ അതിലധികമോ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്നാൽ, വേണ്ട പോലെ ഉപയോഗിക്കാതെ ഇരുന്നാൽ, അത് നമ്മൾ റൂമാലിൽ കെട്ടി മണ്ണിൽ പൊഴുത്തി വെച്ചാൽ നമ്മൾ സ്വാർത്ഥരും, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗുണം ഇച്ഛിക്കാത്തവരും, മറ്റുള്ളവരുടെ ഗുണകാംക്ഷികളല്ലാത്തവരും പരദ്രോഹികളുമായിട്ട് ദൈവം എണ്ണും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഇത് വേദപുസ്തകത്തിന്റെ ഒരു സീരിയസ് ഇൻസ്ട്രക്ഷനാണ്. ദൈവം എന്തെങ്കിലും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കർത്താവിന്റെ ഉദ്ദേശമനുസരിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട് ഇത് സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. സഭ അനുദിനമെന്നോണം വളർന്നു വരാനായിട്ട് സഭയിലുള്ള എല്ലാവരെയും അതത് കൃപാവരങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ട് എല്ലാവരോടും പറയുക, നിങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കണം. അങ്ങനെ അനുദിനം സഭ വളർന്നു വരണം. ആത്മീകമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും, ഭൗതികമായിട്ടും, എണ്ണത്തിലും വണ്ണത്തിലും കൃപാവരങ്ങളിലുമൊക്കെ സഭ വളർന്നു വരണം. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയില് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എന്റെ സഭ വളരുന്നുണ്ടോ ആത്മീകമായിട്ട്? അത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളില് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എന്റെ സഭ വളരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനതിന് കാരണക്കാരനാണോ? ഞാനതിന് കാരണക്കാരിയാണോ? എന്നെ ഏൽപ്പിച്ച കൃപാവരങ്ങൾ ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ടാണോ എന്റെ സഭ മുരടിച്ചു പോകുന്നത്? ആത്മീക പാപ്പരത്വം എന്റെ സഭയിലുള്ളത് അതുകൊണ്ടാണോ എന്ന് ഈ രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. മാത്രമല്ല, സഭയുടെ ഐക്യത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വലിയൊരു പ്രൊവിഷനാണ് ഈ കൃപാവരങ്ങളുടെ വിതരണം. അതെങ്ങനെയാണ് ഐക്യം വരുന്നത്? എനിക്ക് വേണ്ട ഒരു കൃപാവരം സത്യരാജ് സഹോദരനെ ആയിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ സംതൃപ്തനാകുകയാണ്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നന്ദിയുള്ളവനാകുകയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ കൃപാവരത്തെക്കുറിച്ച് യാതൊരു തരത്തിലും ഒരു അസൂയ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം എന്നെ സേവിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ മറിച്ചും അദ്ദേഹത്തിനും എന്നോട് ഒരു മത്സരം ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പം ഒരു പരസ്പര വിധേയത്വം. നമ്മുടെ ക്രിക്കറ്റ് ടീമിലൊക്കെ ഒരു ബൗളർ വിക്കറ്റ് എടുക്കുമ്പോൾ ബാറ്റ്സ്മാന് ഹാപ്പിയാ, ബാറ്റ്സ്മാൻ റൺസ് എടുക്കുമ്പോൾ ബൗളർ ഹാപ്പിയാണ്. ഈ എല്ലാവരുടെയും പെർഫോമൻസ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പ്രവർത്തനം ടീമിന്റെ മൊത്ത വിജയത്തിന് ബാധകമാകുന്നതാണ് ടീം സ്പിരിറ്റിന്റെയും അതുപോലെ ടീമിലെ ഐക്യത്തിന്റെയും അടിസ്ഥാനം. എന്ന് പറഞ്ഞതുപോലെ ഈ കൃപാവരങ്ങള് നമ്മളെ ഓരോരുത്തരെയും അത് ഏൽപ്പിക്കാത്തവരായിട്ട് ഒരാൾ പോലും സഭയിലില്ല. ഇങ്ങനെ പലരെ ഏൽപ്പിച്ചിരിക്കുന്നത് അന്യോന്യം സേവിക്കുവാനും സഭയിൽ ഐക്യവും സഭയിൽ ഏകതയും ഉണ്ടാകാനായിട്ട്, മനപ്പൊരുത്തം ഉണ്ടാകാനായിട്ട്, അന്യോന്യം വിലമതിക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു പ്രൊവിഷനാണ്. മാത്രമല്ല, സഭയുടെ വളർച്ചയും പക്വത പ്രാപിക്കലും അതിനുവേണ്ടിയോടാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. സഭ ഏതൊരു സഭയ്ക്കും പല ജീവിത ഘട്ടങ്ങളുണ്ട്. ആരംഭത്തില് അത് ഒരു പിച്ച വെച്ച് നടക്കുന്ന സഭയായിരിക്കാം. പല കാര്യങ്ങളിലും വേണ്ട വ്യക്തത ഉണ്ടായിരുന്നെന്ന് വരത്തില്ല. പലരും ഒരു പക്ഷേ ജഡീക വിശ്വാസികളായി എന്ന് വന്നേക്കാം. എന്നാൽ ഇതൊക്കെ വിട്ട് സഭ പക്വത പ്രാപിക്കേണ്ടത്
ഈ എല്ലാവരും ആത്മീക വരങ്ങള് ഉപയോഗിച്ചാണ്. അപ്പൊ നമ്മുടെ സഭയില് അത് ശരിക്കും വളരേണ്ടതുപോലെ വളരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനോ നിങ്ങളോ നമ്മുടെ ആത്മീക വരങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം. നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയും ആത്മവരങ്ങളും ആത്മഫലങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. ആത്മവരങ്ങള് ഒരാള് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന കാര്യമാണ് ആത്മവരങ്ങൾ. എന്താണ് ഇയാൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സഹോദരൻ സഹോദരി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് നിശ്ചയിക്കുന്നതാണ് ആത്മവരങ്ങൾ. അതേസമയത്ത് ആത്മഫലങ്ങള് നമ്മുടെ ക്രിസ്തീയ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന കാര്യമാണ്, നമ്മുടെ ആത്മീക വളർച്ചയെ നിയന്ത്രിക്കുന്ന കാര്യമാണ്. സഭയുടെ ആത്മീയ വളർച്ചയെ ആത്മവരങ്ങൾ സഹായിക്കുന്നെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മവളർച്ച അല്ലെങ്കിൽ ക്രിസ്തീയ സ്വഭാവം വളരുന്നത് അവയിലൂടെയാണ്. ആത്മവരങ്ങള് വെളിയിൽ കാണിക്കുന്നതാ, വെളിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൂടെ ഇത് ഇങ്ങനെ വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. അതേസമയത്ത് ആത്മവരങ്ങൾ അകമേയുള്ളതാണ്. നമ്മുടെ സ്വഭാവം നാൾക്കുനാൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. പണ്ട് ചെമ്പുകൊണ്ടുള്ളതാണെങ്കിൽ അത് വെള്ളിയായിട്ട് മാറി, സ്വർണമായിട്ട് മാറി, പൊന്നായിട്ട് മാറി. അങ്ങനെ നമുക്ക് ഉത്കൃഷ്ടത വന്നു ചേരാനായിട്ടാണ് ദൈവം ആത്മഫലങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ആളുകൾക്ക് വ്യത്യസ്തമായ ആത്മവരങ്ങളുണ്ട്. ആത്മഫലം എല്ലാവർക്കും വേണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് നിർബന്ധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒരാത്മഫലത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആകാം, മറ്റേതിൽ ചിലതില് കുറച്ച് കുറവൊക്കെ ഉണ്ട്, ദൈവമേ നീ അത് കണക്കിടരുതേ എന്ന് പറയാനായിട്ട് നമുക്ക് ആർക്കും അവകാശമില്ല. എല്ലാ ആത്മഫലങ്ങളും ഒരുപോലെ നമ്മളിൽ നിറഞ്ഞു നിൽക്കണം. ആത്മീക പക്വത അടിസ്ഥാനമേ അല്ല. എനിക്ക് ധാരാളം ആത്മഫലം ഉണ്ടെങ്കിൽ, ആത്മവരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാത്മഫലം എന്നില് വളരെ ശക്തമാണെങ്കിൽ എനിക്കൊരിക്കലും, ഞാൻ വളർച്ചയുള്ള വിശ്വാസിയാണ്, പക്വതയുള്ള വിശ്വാസിയാണ്, എന്റെ വിശ്വസ്തത കൊണ്ടാണ് ദൈവം ഇങ്ങനെ ആത്മവരങ്ങൾ തന്നിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ദൈവം തന്റെ പദ്ധതി അനുസരിച്ച് ഒരു ബിസിനസ്സിൽ അഡ്വാൻസ് കൊടുക്കുന്നത് പോലെ ആദ്യമേ അങ്ങ് എണ്ണി തന്നിരിക്കുന്നതാ, അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നതാ ആത്മവരങ്ങള്. അത് എൻ്റെ ആത്മീക വളർച്ചയുടെ ഒരടയാളമേ അല്ല. പലപ്പോഴും നമ്മൾ ആത്മവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ ആത്മവളർച്ച പലപ്പോഴും അളക്കാൻ ശ്രമിക്കുന്നത്. ഈ അന്യഭാഷ പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സഭകളിലൊക്കെ അന്യഭാഷയുള്ളവര് വരേണ്യവർഗമാണ്, ഇല്ലാത്തവര് വെറും സാധാ കൂലിപ്പട്ടാളം പോലുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നത് കാണാറുണ്ട്. ഇല്ല, ആത്മവരങ്ങള് ഒരാളുടെ ആത്മീക പക്വതയുടെയോ വളർച്ചയുടെയോ ഉത്കൃഷ്ടതയുടെയോ അടയാളമേ അല്ല, ദൈവം ദാനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതേസമയത്ത് ആത്മീക പക്വതയുടെ അടിസ്ഥാനത്തിലാണ് ആത്മഫലങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന് ദൈവത്തിന്റെ ദാനമായിട്ട് കിട്ടുന്നതല്ല, നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടതാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക വഴി നമ്മളിൽ നാച്ചുറലായിട്ട് ഉൽപ്പാദിതമാകേണ്ടതാണ് ആത്മഫലങ്ങൾ. ഇനിയും ഈ ആത്മവരങ്ങള് പിശാച് അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മവരങ്ങളിൽ പെട്ട ചില സാധനങ്ങള്, അതിന്റെ ഇമിറ്റേഷൻ സാധനങ്ങള്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ കൊല്ലം സുപ്രീമിന്റെ ഇമിറ്റേഷൻ ആഭരണങ്ങൾ പോലുള്ള ചില ഇമിറ്റേഷൻസ് ഒരു പക്ഷേ ചിലരിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണഗതിയിൽ ആത്മവരങ്ങള് പ്രദർശിപ്പിക്കുന്ന സഭാവിഭാഗങ്ങളില് ഇതിന്റെ ചന്തയ. ഇതില്ലാത്തവര് ഏതെങ്കിലും തരത്തില് ഒന്നുകിൽ സ്വയമേവ പഠിച്ച്, അല്ലെ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഡെമണിക്കായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഇങ്ങനെ വരങ്ങള് പ്രദർശിപ്പിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയത്ത് ആത്മഫലങ്ങൾ ഒരിക്കലും പിശാച് അനുകരിക്കാൻ ശ്രമിക്കത്തില്ല. കാരണം പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു ആത്മീകനായി തീരാനായിട്ട് പിശാച് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഈ ആത്മവരങ്ങള് ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ പിശാച് ശ്രമിക്കത്തില്ല. അതുപോലെ ഈ ആത്മവരങ്ങളൊക്കെ നിന്നു പോകുന്നതാണ്. എന്നാൽ ഈ ആത്മഫലങ്ങള് ഒരിക്കലും നിൽക്കാനായിട്ട് പോകുന്നില്ല, അത് നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ച ജോർജായന് ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു, ഈ നിന്നു പോകുന്നത് എപ്പോഴാണെന്നൂടെ പറയേണ്ടതായിരുന്നു എന്ന്. ശരിയാണ്, ഞാൻ അടുത്ത സ്ലൈഡിൽ വരേണ്ടതാണ്, സമയം തീർന്നു പോയത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാതിരുന്നത്. അടുത്ത സ്ലൈഡിൽ നമുക്കത് ചിന്തിക്കാം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇത് നിന്നു പോകുമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നിൽക്കുന്നത്?
എല്ലാം ഒരുമിച്ചാണോ ഈ കാര്യങ്ങൾ? വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. അതേസമയത്ത് ആത്മഫലങ്ങൾ പെർമനന്റ് ആണ്, അത് എന്നും നിൽക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത്ര വരെയാണ് എടുത്തത്. നമുക്ക് ആത്മവരങ്ങളുടെ പട്ടികയിലേക്ക് വരാം. എന്തൊക്കെയാണ് ആത്മവരങ്ങളായിട്ട് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഭാഗത്തുമായിട്ട് കൊടുത്തിരിക്കുന്ന ആത്മവരങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ടച്ച് ചെയ്തു പോയതാണ്. അത് വെറും അറിവല്ല, അത് നിപുണതയെന്നോ വിവേകമെന്നോ ഒക്കെ പറയാൻ ഉള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ അറിവുണ്ട്, പഠിക്കുകയും വായിക്കുകയും കേൾക്കുകയും വഴി കുറേ അറിവുണ്ട്. ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള അറിവ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടെന്നുള്ള ആ നിശ്ചയം, ആ കൺവിക്ഷൻ, അല്ലെങ്കിൽ അത് തീരുമാനിക്കാനുള്ള കഴിവ്, അതാണ് വാസ്തവത്തിൽ വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് വിവേകമെന്നോ, വിവേകം വാസ്തവത്തിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു കൃത്യവാക്ക് മലയാളത്തിൽ പ്രയാസമാണ്. വിവേകമെന്നോ നിപുണതയെന്നോ ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷേ അത് തക്ക സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ ജ്ഞാനമെന്ന് പറയുന്നത് അറിയുന്ന സത്യങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ശരിക്കും യഥാവിധ ഉപയോഗിക്കാനുള്ള കഴിവാണ്. ഇനിയും രണ്ടാമത്തേത് പരിജ്ഞാനം, നോളജ്, നോസിസ്. ആദ്യത്തേതിന് സോഫിയ എന്നുള്ള ഗ്രീക്ക് പദമാണ്, രണ്ടാമത്തേത് നോസിസ് എന്നുള്ള പദമാണ് പരിജ്ഞാനം. വാസ്തവത്തിൽ അതിന് പരിജ്ഞാനം എന്നുള്ള വാക്ക് മലയാളത്തിൽ വേണ്ടായിരുന്നു, ജ്ഞാനമെന്ന് മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ അറിവ് എന്ന് മതിയായിരുന്നു. പക്ഷെ നമുക്ക് ട്രാൻസ്ലേഷനിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അത് നമ്മൾ വായിച്ചും പഠിച്ചും അനുഭവങ്ങളിലൂടെയും അതുപോലെ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയൊക്കെ നേടുന്ന അറിവാണ്. വചനം പഠിച്ച് ഒരാൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ അറിവ്, അതാണ് രണ്ടാമത്തെ ആത്മവരം. മൂന്നാമത് വിശ്വാസമാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഓർത്ത പോലെ രക്ഷയിക വിശ്വാസമല്ല, മറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവാണ്. ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവാണ് ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, പത്രോസും യോഹന്നാനും ആ സുന്ദരമെന്ന ദേവാലയ അതിലേ പോകുമ്പോൾ ഒരുത്തന് അവിടെ ഒരു നിരക്കുന്നുണ്ട്, അവന്റെ കയ്യെ പിടിച്ച് വലിച്ച് ഞങ്ങളുടെ ഈ പണമില്ല, ഉള്ളത് ഇതാ തരുന്നെന്നും പറഞ്ഞ് നീ സൗഖ്യമാകുക എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കും? സൗഖ്യമായില്ലേ, അടി കിട്ടുന്ന കേസാണ്. ആ ഒരു വിശ്വാസം, യെസ്, ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചോളും എന്നുള്ള ആ വിശ്വാസമാണ് ശരിക്കും ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള ആത്മീക പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള വിശ്വാസം. നമ്മുടെ മിഥുൻ സഹോദരന് ആസാമി പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ഈ ഒരു കൃപാവരം ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ചങ്കുറപ്പ്, അതാണ് വിശ്വാസം. അത് ഒരു കൃപാവരമാണ്. ഇനിയും നാലാമത്തേത് പ്രവചനമാണ്. കാര്യങ്ങൾ മുന്നിട്ട് പറയുന്നതും മുമ്പേ പറയുന്നതും പ്രവചനമാണ്. മുന്നിട്ട് പറയുക, അല്ലെങ്കിൽ ഫോർടെല് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ എടുത്തു പറയുക, ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കും. അത് നമ്മുടെ പഠിപ്പിക്കലിലും ഒക്കെ വരുന്നതാണ്. അതേസമയത്ത് ഫോർടെല്ലിംഗ് ആണെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. നമ്മൾ പ്രവാചകന്മാരുടെ അനേക പ്രവചനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും നിരീശ്വരവാദികളൊക്കെ ഇത് പരിഹസിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തൊക്കെ അങ്ങ് പറയുന്നതാ, ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നതാണെന്ന് പറയും. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ഒരു 47 പ്രവചനങ്ങളുണ്ട്. ഈ പ്രവചനങ്ങളൊന്നും സംഭവിച്ചു കഴിഞ്ഞങ്ങ് ഫിറ്റിൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രവചനങ്ങളൊന്നും അല്ല. ബേത്ലഹേം എഫ്രാത്തിൽ ജനിക്കും, കന്യകാജാതനാകും, യൂതനായി ജനിക്കും, മനുഷ്യനായി ജനിക്കും, ഇങ്ങനെ അനേക ഒരു 47 സ്ത്രീയുടെ സന്തതിയായി ജനിക്കും. ഒരു 47 പ്രവചനങ്ങൾ കാണാം. ഈ പ്രവചനങ്ങളൊക്കെ മുൻപേ പറഞ്ഞ പ്രവചനങ്ങളാണ്, ഫോർടെല്ലിംഗ് ആണ്. അത് അതുപോലെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു സാധാരണ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ യൂസൂസ് ജോസഫ് എഴുതിയ ഒരു പാട്ടുണ്ട്, കാന്ത താമസം എന്തഹോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അതിനകത്ത് ഒരു സ്റ്റാൻസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്നാ വരാൻ താമസിക്കുന്നത്? യൂതന്മാര് പാലസ്തീനിൽ വരാനായിട്ട് കാത്തിരിക്കുകയാണോ? നീ യൂതന്മാര് പാലസ്തീനിലേക്ക് മടങ്ങി വരാനായിട്ട് കാത്തിരിക്കുകയാണോ എന്നാണ് അദ്ദേഹം പാട്ടിൽ പാടുന്നത്.
എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഈ കർത്താവിന്റെ വരവ് യഹൂദന്മാര് പാലസ്തീനിൽ വന്നിട്ടേ നടക്കുകയുള്ളൂ. ഈ യൂസഫ് ജോസഫ് ഈ പാട്ട് എഴുതുന്ന 1884 അന്ന് യൂദന്മാരാരും ഇസ്രയേലിലേക്ക് മടങ്ങി വന്നിട്ടില്ല. മാത്രമല്ല അന്ന് സയണിസ്റ്റ് പ്രസ്ഥാനം, ഇവരെ മടക്കിക്കൊണ്ടുവരുന്ന സയണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെട്ടിട്ട് പോലുമില്ല. 1890 യഹൂദന്മാരെ 1890 യഹൂദന്മാരെ പാലസ്തീനിലേക്ക് കൊണ്ടുവരുന്ന സയണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഉണ്ടാകുന്നത്. അന്ന് ഒരു മനുഷ്യനും ഇങ്ങനെ നശിച്ചുപോയ ഒരു ജനതതി തിരിച്ചു വന്ന് സംസ്കാരം പുനഃസ്ഥാപിക്കും, രാജ്യം പുനഃസ്ഥാപിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഇവിടെ അസീരിയൻ സംസ്കാരം, എവിടെ സുമാത്രിയൻ സംസ്കാരം, എവിടെ മായൻ സംസ്കാരം, എവിടെ മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം. ഒരു സംസ്കാരം നശിച്ചാൽ പിന്നെ അത് പുനഃസ്ഥാപിക്കപ്പെടാറേ ഇല്ല. ചരിത്രം അതാ. പക്ഷെ ഇതാ ഈ യൂസഫ് ജോസഫ് പറയുക, കർത്താവേ നീ വരാൻ താമസിക്കുന്നത് എനിക്ക് വലിയ വിഷമാ, നീ വരാതിരിക്കുന്നത്. വാസ്തവത്തിൽ യൂസഫ് ജോസഫ് അതൊരു ഒരു പരാതിയായിട്ട് എഴുതിയൊരു പാട്ടാണെന്നാണ് പറയുന്നത്. നീ വരാതിരിക്കുന്നത് എനിക്ക് സങ്കടമാ, ഒരു പക്ഷേ നീ ഇതുകൊണ്ടാണോ വരാൻ താമസിക്കുന്നത്, അങ്ങനെയാണെങ്കിലും എന്നെ കഷ്ടപ്പെടുത്തരുത് എന്നാണ് യൂസഫ് ജോസഫ് പറയുന്നത്. അദ്ദേഹത്തിന് ഇത് എവിടുന്ന് കിട്ടി? യൂസഫ് ജോസഫ് പഴയ നിയമം അരിച്ചു പറക്കി വായിച്ചപ്പോഴ്, പുതിയ നിയമത്തിലെ അനേക ഭാഗങ്ങള് വായിച്ചപ്പോഴ് യൂസഫ് ജോസഫിന് മനസ്സിലായി വേദപുസ്തകത്തിൽ അനേക പ്രവചനങ്ങളുണ്ട്, അവയനുസരിച്ച് ഇസ്രയേൽ മടങ്ങി വന്നിട്ട് യേശുക്രിസ്തു വരികയുള്ളൂ എന്ന് യൂസഫ് ജോസഫിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആരെങ്കിലും ഇത് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പേ യൂസഫ് ജോസഫ് ഇങ്ങനെ പാട്ട് എഴുതിയത്. ഇപ്പോഴും നമ്മൾ ആ പാട്ട് പാടാറുണ്ട്. എന്താ അത് കാണിക്കുന്നത്? വേദപുസ്തകത്തിലെ പ്രവചനം സംഭവിച്ചു കഴിഞ്ഞ് ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് ഫിറ്റിൻ ചെയ്ത് ഒപ്പിച്ചു പറയുന്നതല്ല, മറിച്ച് വേദപുസ്തകത്തിലെ പ്രവചനങ്ങള് ശരിക്കും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. പരിശുദ്ധാത്മാവിൽ മുമ്പിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേ വിഷയത്തെക്കുറിച്ച് 1600 ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതായത് യഹൂദന്മാര് ഇസ്രയേൽ ദേശത്തേക്ക് മടങ്ങി വരും, പാലസ്തീനിലേക്ക് മടങ്ങി വരുമെന്നും പറഞ്ഞൊരു വിദ്വാന് 1600 ഒരൊറ്റ യഹൂദൻ പോലും പാലസ്തീനിൽ ഇല്ലാത്തപ്പോഴ്, അനേക ദേശങ്ങളിൽ അവർ നശിപ്പിക്കപ്പെട്ടപ്പോഴ്, ചതച്ചരയ്ക്കപ്പെട്ടപ്പോഴ് ഒരു വിദ്വാൻ പുസ്തകം എഴുതി. എവിടെ നിന്ന് നിനക്ക് കിട്ടി ഈ ജ്ഞാനം? വേദപുസ്തകത്തിലെ പ്രവചനങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വേദപുസ്തകത്തിലെ പ്രവചനങ്ങള് മുൻപേ പറയുന്ന കാര്യങ്ങളുണ്ട്, മുമ്പിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. മുമ്പേ പറയുക എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. മുമ്പിട്ട് പറയുക എന്ന് പറഞ്ഞാൽ വാൺ ചെയ്യുക, അല്ലെങ്കിൽ സംഭവിക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വാണിംഗ് കൊടുക്കുക. അതാണ് മുമ്പിട്ട് പറയുക. അപ്പം വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം വളരെ ദുഃഖത്തോട് പറയട്ടെ, ഇന്ന് വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന ഒരു കൃപാവരമാണ് പ്രവചനം. വളരെ വികൃതമാക്കുന്ന ഒരു പ്രവചനമാണ്. ഈ കഴിഞ്ഞ ഫ്ലഡ് വന്നപ്പോൾ ഞാൻ ആ സമയത്ത് കുവൈറ്റിലാണ്. നമ്മുടെ അനേക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരു പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞു. ഏതോ ഒരു പാസ്റ്റർ പ്രവചിച്ചു പോലും 2019 ഒരു വെള്ളപ്പൊക്കം വരാൻ പോകുന്നുവെന്ന്. ഇത് വിശ്വാസികളായിട്ടുള്ള അനേകര് അങ്ങ് പ്രസിദ്ധീകരിക്കുക, 2019 വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് ഇതാ ഒരു പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നു. അയ്യോ, ദൈവം സർവശക്തനാണല്ലോ. പക്ഷെ രസം എന്താണെന്നറിയാമോ? ഇദ്ദേഹം പ്രവചിച്ചു പറഞ്ഞ ഭാഗം ദൈവം സിയോൻ പർവ്വതത്തിലേക്ക് ന്യായപ്രമാണം കൊടുക്കാനായിട്ട് ഇറങ്ങി വന്നപ്പോഴ് ദേശത്ത് മഴ പെയ്ത ആ അനുഗ്രഹത്തെക്കുറിച്ചുള്ള വാക്യമാണ്. മനസ്സിലായോ? 10 കൽപ്പനകൾ കൊടുക്കാൻ ദൈവം മലയിലേക്ക് ഇറങ്ങി വന്നപ്പോഴ് മലയിൽ തീ കത്തി വലിയ അത്ഭുതങ്ങളൊക്കെ നടന്നു. ആ സമയത്ത് സങ്കീർത്തനക്കാരൻ പറയുക, അന്ന് വലിയ മഴ പെയ്തെന്ന്, അനുഗ്രഹത്തിന്റെ നാന്ദിയായിട്ട് സൂചകമായിട്ട് ഈ വാക്യം എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, കേരളത്തിലും ഒരു വലിയ ഫ്ലഡ് വരാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞാല് ഈ ഫ്ലഡ് ഒരു അനുഗ്രഹമായിരിക്കേണ്ടേ? വേദപുസ്തകത്തിലെ വാക്യങ്ങളെ ദുരുപയോഗം ചെയ്ത് പ്രവചനങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനേകരുണ്ട്. അത് വളരെ സങ്കടമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ അക്ഷരം പ്രതി സംഭവിച്ചു കഴിഞ്ഞ, ഇനി സംഭവിക്കാൻ പോകുന്ന അനേക പ്രവചനങ്ങളുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവ് അതിതാ സംഭവിക്കാനായിട്ട് പോകുന്നു. അക്ഷരീയമായിട്ട്
നടന്നു കഴിഞ്ഞ അനേക പ്രവചനങ്ങളുണ്ട്, നടക്കാൻ പോകുന്ന അനേക പ്രവചനങ്ങളുണ്ട്. അപ്പം ഈ പാസ്റ്റർ വാസ്തവത്തിൽ പ്രവചിച്ച എന്താ? ഈ പാസ്റ്റർ എല്ലാ വർഷവും ഇങ്ങനത്തെ പ്രവചനങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. മാത്രമല്ല ആ ഭാഗം മാത്രമേ തന്നിട്ടുള്ളൂ, അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഭാഗങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അനേക കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയും, മഴ പെയ്യും, വെയിലുണ്ടാകും, മഞ്ഞുണ്ടാകും, സുനാമി ഉണ്ടാകും, ഇടിമുഴക്കം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അതിൽ ഒരെണ്ണം അബദ്ധത്തിന് സംഭവിച്ചുകൊണ്ട് പാസ്റ്റർ അതൊരു വലിയ പ്രവചനമാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാകണം, വേദപുസ്തകത്തിലെ പ്രവചനങ്ങള് അവ അജയ്യമാണ്. പരാജയപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അക്ഷരീയമായിട്ട് സംഭവിച്ചു കഴിഞ്ഞ അനേക പ്രവചനങ്ങൾ ഇതാ നമുക്ക് സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്നു. അനേക കാര്യങ്ങള് ഇതാ നടക്കാനായിട്ട് പോകുന്നു. നമുക്ക് വിശ്വാസത്തില് അവയെ യഥാർത്ഥമായിട്ട് സ്വീകരിക്കത്തക്ക വിധത്തില് കഴിഞ്ഞ കാല പ്രവചനങ്ങള് സത്യസന്ധമായിരിക്കുന്നു. ഇനിയും അടുത്തത് അന്യഭാഷയാണ്. അന്യഭാഷ എന്ന് പറയുന്നത് നമുക്ക് പരിചിതമല്ലാത്ത മറ്റൊരു ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ് ദൈവം തരുന്നതാണ്. മാത്രമല്ല അതിനോടുകൂടെ തന്നെ അതേ വ്യക്തിക്കോ മറ്റൊരു വ്യക്തിക്കോ ഈ അന്യഭാഷ വ്യാഖ്യാനം ചെയ്യാനുള്ള വരം കൂടെ ദൈവം പിന്നാലെ തരുന്നു. ഇതാണ് അന്യഭാഷ. ഇത് നമ്മൾ പിന്നീട് വീണ്ടും ചിന്തിക്കുന്നതാണ്. പിന്നുള്ളത് സഹായം എന്നുള്ള വരമാണ്. ആളുകളെ അങ്ങ് സഹായിക്കുക. എൻ്റെ പണവും എൻ്റെ ആരോഗ്യവും എൻ്റെ അവസരങ്ങളും എൻ്റെ സകലതും വിനിയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുക. പിന്നീടുള്ളത് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും, മിറക്കിൾസ്. ഇന്ന് അനേക മിറക്കിൾ ക്രൂസൈഡ് നമ്മൾ കാണാറുണ്ട്. ഇത് മുഴുവൻ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണ്. എന്നാൽ വേദപുസ്തകത്തില് അനേക മിറക്കിളുകൾ നടന്നിട്ടുണ്ട്. വലിയ മന്നന്മാര്, രവിചന്ദ്രനെ പോലുള്ള നിരീശ്വരവാദികളൊക്കെ മിറക്കിളിനെ ചോദ്യം ചെയ്യുന്നത് കാണാറുണ്ട്. അത് ഈ കള്ള മിറക്കിൾസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മനുഷ്യനെ പറ്റിക്കാൻ നടത്തപ്പെടുന്ന മിറക്കിൾസിനെ കുറിച്ചാ. എന്നാൽ വേദപുസ്തകം മിറക്കിൾസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവ യഥാർത്ഥമാണ്, അവ അങ്ങനെ തന്നെ സംഭവിച്ചവയാണ്. അതെങ്ങനെ അറിയാം? ശാസ്ത്രത്തിന് പോലും ഈ പ്രപഞ്ചോൽപത്തി എന്ന് പറയുന്നത് ഒരു മിറക്കിളാണ്. ഇതൊരത്ഭുതമാണ്. ഒരു ശാസ്ത്രജ്ഞനും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ആദ്യകാരണൻ, ഒരു സർവശക്തനായ ഒരു വ്യക്തിയായ ഒരു ബുദ്ധിമാനായ ദൈവം അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ദൈവം ശാസ്ത്രത്തിന് കഴിയാത്ത, തെർമോഡൈനാമിക്സ് നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള, ഒന്നും രണ്ടും നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടി നടത്തിയിരിക്കണം. ഇതിങ്ങനെയല്ലെന്ന് പറയാൻ കഴിയുന്ന ഏതൊരു നാസ്തികനായി ഈ ലോകത്തിലുള്ളത്? ഏതൊരു ശാസ്ത്രജ്ഞനാണ്? സ്റ്റീഫൻ ഹോക്കിങ്സിന് കഴിഞ്ഞിട്ടില്ല, ഫ്രെഡ് ഹോയിലിന് കഴിഞ്ഞിട്ടില്ല, ഐൻസ്റ്റീന് കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ ഒരു ശാസ്ത്രജ്ഞനും ഈ പ്രപഞ്ചത്തിന് ആസ്പദമായിട്ടുള്ള ഊർജം എങ്ങനെ ഉണ്ടായി എന്ന് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. കാരണം അത് ശാസ്ത്രത്തിന്റെ ഒരു നിയമമായിട്ടുള്ള തെർമോഡൈനാമിക്സിനെതിരാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈവം നിലനിന്നിരിക്കണം. സൃഷ്ടിക്കപ്പെടാത്തവനായ, നിത്യനായ, സർവശക്തനായ ഒരു ദൈവം നിലനിന്നിരിക്കണം. ആ ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതമായിരിക്കണം ഈ പ്രപഞ്ച സൃഷ്ടി. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. നമ്മൾ നേരത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ചിന്തിച്ചതാണല്ലോ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കപ്പെട്ട് സർവവും ഉണ്ടാകുന്ന അത്ഭുത പ്രവൃത്തി ദൈവത്തിന്റെ പക്കലുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. രവിചന്ദ്രൻ എന്ന് പറയുന്ന മന്നന് അതിനെ ചോദ്യം ചെയ്ത് പ്രസംഗിക്കുന്ന കേട്ടു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞ് 15 വർഷത്തിനുള്ളില് ആദ്യത്തെ പുസ്തകം രചിക്കപ്പെട്ടു. മാത്രമല്ല പിന്നീട് ഒരു 60 വർഷത്തിനുള്ളില് വേദപുസ്തകത്തിലെ സകല പുസ്തകങ്ങളും രചിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന് അത്ഭുതങ്ങൾ ചെയ്ത AD 27 തുടങ്ങി AD 30 വരെയുള്ള ആ സുവർണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുടെ ജീവിത കാലഘട്ടത്തിലാണ് വേദപുസ്തക രചയിതാക്കള് യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയത്. എന്നിട്ട് ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ പോലും
ഒരാൾ പോലും ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് എഴുതിയതിനെ കുറിച്ചുള്ള ഒരൊറ്റ കൈയെഴുത്ത് പ്രതികളും ലോകത്ത് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ബൈബിളിന്റെ 25,000 കയ്യെഴുത്ത് പ്രതികൾ, ആദ്യ 4 നൂറ്റാണ്ടുകളിൽ എഴുതിയ 25,000 കയ്യെഴുത്ത് പ്രതികളുണ്ട്. എന്നാൽ ഇതൊക്കെ കളവായിരുന്നു എന്ന് പറയുന്ന ഒരു കയ്യെഴുത്ത് പ്രതിയും ഇല്ലെങ്കിൽ എന്താണത് കാണിക്കുന്നത്? അന്നത്തെ തലമുറ തലയിൽ കൈവച്ച് പറഞ്ഞു, ഈ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു എന്ന്. അതല്ലേ ഇത് കാണിക്കുന്നത്? അതുപോലെ തന്നെ അന്നത്തെ വിശ്വാസികളല്ലാത്ത ചരിത്രകാരന്മാര്, യേശുക്രിസ്തുവിന്റെ വിരോധികളായ യഹൂദന്മാരെഴുതിയ തൽമൂദുകളൊക്കെ തന്നെ യേശുക്രിസ്തു അത്ഭുതം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ 21-ാം നൂറ്റാണ്ടില് ജീവിക്കുന്ന വെറും ഒരു മണ്ടൂകത്തിന് എവിടെയെങ്കിലും ഒക്കെ നിന്ന് ഇല്ല, യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ അത് വിവരക്കേടെന്നല്ലേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. വാസ്തവത്തില് യേശുക്രിസ്തു ജീവിച്ച കാലത്ത് ജീവിച്ചിരുന്ന അനേകര് അംഗീകരിച്ചിട്ടുള്ള, അതുപോലെ തന്നെ മറ്റ് വിശ്വാസികളല്ലാത്ത ചരിത്രകാരന്മാര് തല കൈപൊക്കി സമ്മതിച്ചിട്ടുള്ള, മാത്രമല്ല അനേക തെളിവുകളുള്ള ഈ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങള് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. മാത്രമല്ല തൻ്റെ ശിഷ്യന്മാര് അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്തേ ഒരാളെങ്കിലും ആ കാലത്ത് അതിനെതിരെ ഒരു ലേഖനം എഴുതിയില്ല? അതിന്റെ കാരണം അത് യഥാർത്ഥത്തില് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വീര്യപ്രവർത്തികള്, അത്ഭുതങ്ങള് വാസ്തവത്തില് ധാരാളം അന്ന് നടക്കുക തന്നെ ചെയ്തു. നമുക്ക് പട്ടിക തുടരാം. പിന്നീടുള്ളത് പരിപാലന വരത്തെക്കുറിച്ചാണ്. ഈ പരിപാലന വരം എന്ന് പറയുന്നത് കുറെ ആടുകളെ ഒരിടയൻ നടത്തിക്കൊണ്ടു പോകുന്ന പോലുള്ള ഒരു പരിപാലനം. നേതൃത്വത്തെക്കാൾ ഉപരി ഒരാൾ മുന്നിട്ടിറങ്ങി മറ്റുള്ളവർക്ക് ജ്ഞാനവും വിവേകവും ഒക്കെ പറഞ്ഞുകൊടുത്ത് മുന്നോട്ട് നയിക്കുന്നതിനെ കുറിച്ച് ആ പരിപാലന വരമെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഭരണം അല്ലെങ്കിൽ സഭാഭരണമൊക്കെ ഇനിയും പിന്നീടേ വരുന്നുള്ളൂ. ഇത് പരിപാലനമാണ്. ഏതൊരു സഭയിലും ആർക്കെങ്കിലും ഈ പരിപാലന വരമുണ്ടെങ്കിൽ അവരുടെ പ്രത്യേക ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ വിസ്ഡം കൊണ്ട് അവരുടെ പ്രത്യേക കഴിവുകളുണ്ട് സഭയിലുള്ള വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നവരെ നേർവീതിയിൽ നയിക്കാനായിട്ട്, നേർവഴിയിൽ നയിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഈ പരിപാലനം എന്ന് പറയുന്നത്. അടുത്ത 4 സഭയ്ക്ക് തന്നിരിക്കുന്ന ചുമതലപ്പെട്ടവരാണ് അപ്പോസ്തലന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര്. ഇവരെക്കുറിച്ചും എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തില് സഭയുടെ വരങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്ക് ദൈവം കൊടുത്ത ദാനങ്ങളാണ്, വരങ്ങളാണ്. ദൈവത്തിന്റെ കരുണയില് സകല കാലത്തേക്കും അന്നത്തെ സഭയ്ക്കും വേണ്ടി ദൈവം കൊടുത്ത ദൈവത്തിന്റെ വിശിഷ്ട ദാനങ്ങളായിരുന്നു ഇവര്. ഇനിയും വീണ്ടും അടുത്ത് നമ്മൾ കാണുന്നത് ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള വ്യഗ്രത തരുന്ന ഒരു കൃപാവരമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം പണ്ട് കാലത്ത് സ്ലേവ്സ് ഉണ്ടായിരുന്നു, അടിമകൾ. വാസ്തവത്തില് ഏതൊരു വിശ്വാസിയും ഒരു അടിമയാണ്. കാരണം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ എടുക്കുന്ന തീരുമാനം, ഞാൻ എന്നെ തന്നെ ഒരു അടിമയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാ. യേശുക്രിസ്തു കർത്താവെന്ന് പറഞ്ഞാൽ ഞാൻ യേശുക്രിസ്തുവിന്റെ അടിമ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മള് മറ്റുള്ളവരെ ഒരു അടിമയെ പോലെ ശുശ്രൂഷിക്കാൻ പ്രതീക്ഷിക്കപ്പെടുന്നു. യേശുക്രിസ്തു നമ്മളെ സഹോദരന്മാരായിട്ടാണ് കണക്കാക്കുന്നത്, പുത്രന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവം നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെ അവകാശികളായിട്ട് കണക്കാക്കുന്നു. ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ തീരുമാനിച്ചത് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമകളായിക്കൊള്ളാമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത് നമ്മുടെ ചുമതലയാണ്. ഇത് നമ്മുടെ ആരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൗജന്യമല്ല. ഒരു സഹസഹോദരനെ, ഒരു സഹസഹോദരിയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതിനുള്ള കൃപാവരങ്ങള് ദൈവം നമ്മൾക്ക് നൽകിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കൃപാവരമാണ്. അതുപോലെ ഉപദേശം, മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട്, പഠിപ്പിക്കാനായിട്ട് ഉള്ള ആ കൃപാവരം. അതുപോലെ ദാനം ചെയ്യാനുള്ള കൃപാവരം. ഇത് എല്ലാവർക്കും ഒരുപോലെ കഴിയുകയില്ല. എല്ലാവരും ദാനം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ചിലർക്ക് പ്രത്യേകമായിട്ട് തങ്ങളെപ്പോലും മറന്നുകൊണ്ട് ദാനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഈ കൃപാവരം, ദാനം അല്ലെങ്കിൽ ഗിവിങ് എന്ന് പറയുന്നത്. പിന്നെ ഭരണം.
ഭരണത്തിനുള്ള കൃപാവരം, അതായത് സഭയെ വിവിധ സഭയിലെ സ്ഥാനങ്ങളിൽ ഇരുന്ന് സഭയെ ഭരിക്കാനുള്ള കഴിവ്, ഇത് ഒരു കൃപാവരമാണ്. ഇത് വാസ്തവത്തില് സഭ ഇങ്ങനെ കൃപാവരങ്ങളുള്ളവരെയാണ് തിരിച്ചറിഞ്ഞ് മൂപ്പന്മാരായിട്ടും അതുപോലെ ഡീക്കന്മാരായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരുമായിട്ടൊക്കെ തിരിച്ചറിയേണ്ടത്. അവരെയാണ് അതിനുപയോഗിക്കേണ്ടത്. എന്നാൽ ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെങ്കിൽ സഭ ഇത് തിരിച്ചറിയുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ കൃപാവരം, അല്ലെങ്കിൽ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പം തന്നെ ഈ കൃപാവരം ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അന്ന് തൊട്ടേ ഈ കൃപാവരം ഉപയോഗിക്കുന്നുണ്ട്. സഭ മൂപ്പനെന്ന് വിളിക്കുന്നില്ല, സഭ ശുശ്രൂഷകനെന്ന് വിളിക്കുന്നില്ല. പക്ഷേ ഈ കൃപാവരം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒന്നാം ദിനം തൊട്ട് തന്നെ ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസി ഈ കൃപാവരം ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പിന്നീട് കാലക്രമത്തിൽ സഭ അത് തിരിച്ചറിഞ്ഞ് അവരെ ചൂണ്ടിക്കാണിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ഇനിയും സഹോദരിമാർക്ക് ഈ കൃപാവരം കിട്ടിയിരിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സഭയിൽ ഡീക്കണസസ് ഉണ്ട് എന്ന് തന്നെയാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ശുശ്രൂഷകളെ കുറിച്ച്, ക്രൈംഗ്രയ സഭയുടെ ശുശ്രൂഷയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അനേക ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകളായിട്ടുള്ള സഹോദരിമാരെ കുറിച്ചും ദൈവവചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അടുത്തത് കരുണ കാണിക്കാനുള്ള, വലിയ കരുണ കാണിക്കാനുള്ള, എത്ര പ്രകോപിപ്പിച്ചാലും പ്രകോപിപ്പിക്കാതെ മറ്റാളിന്റെ ഗുണം നോക്കാതെ തന്നെ അവരുടെ ഷോർട്ട് കമ്മിങ്സ് മറന്ന് അവരോട് കരുണ കാണിക്കാനുള്ള ഒരു പ്രത്യേക കഴിവാണ് കരുണ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കൃപാവരം. ഇനിയും നമുക്ക് കൃപാവരം 2 തരമുണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. 2 തരം കൃപാവരങ്ങളുണ്ട്. അഭൗമിക കൃപാവരങ്ങളും ആത്മവരങ്ങളും. ഭൗമിക കൃപാവരങ്ങളും സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ നാച്ചുറൽ എന്ന് വിളിക്കാം. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അഭൗമികമാണ്. ഈ ലോകത്തിൽ അങ്ങനൊന്നും കാണത്തില്ല. മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള സിദ്ധി ഈ ലോകത്തിൽ ഇല്ലാത്തത്. ഒരുപക്ഷെ പിശാച് അത് ഇമിറ്റേറ്റ് ചെയ്താൽ ഒരുപക്ഷെ അതിന് സമാനമായത് കണ്ടെന്ന് വരും. അല്ലെങ്കിൽ അതിനു തുല്യമായത് ഈ ലോകത്തിൽ കിട്ടത്തില്ല. അത് അഭൗമികമാണ്, പക്ഷെ അത് താൽക്കാലികവുമാണ്. അപ്പൊ ചില കൃപാവരങ്ങള് താൽക്കാലികമാണ്, അഭൗമികവുമാണ്. അഭൗമികം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതല്ല. വേറെ ചില കൃപാവരങ്ങള് സ്ഥിരമാണ്, മാത്രമല്ല അത് ഭൗമികമാണ്. മറ്റു മനുഷ്യരിലും കണ്ടു എന്ന് വന്നേക്കാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അയ്യോ ആ വിശ്വാസിയെ നോക്കിയേ, അവനേക്കാളും എത്രയോ നല്ലവനാണ് അവന്റെ അയൽവക്കത്ത് ജീവിക്കുന്ന വിശ്വാസിയല്ലാത്ത ആ മനുഷ്യൻ. അങ്ങനെ ചിലരെ കാണാറുണ്ട്. എന്താ കാരണം? അത് ഭൗമികമായിട്ടുള്ള ചില കഴിവുകള് ആ മറ്റേ ആളിൽ, വിശ്വാസിയല്ലാത്ത ആളിലുണ്ട്. അപ്പൊ ഇത് ഭൂമിയിൽ കാണാവുന്ന കൃപാവരങ്ങൾ തന്നെയാണ്. അപ്പൊ കൃപാവരങ്ങള് 2 തരമുണ്ട്. സൂപ്പർ നാച്ചുറലും നാച്ചുറലും, അല്ലെങ്കിൽ ടെമ്പററിയും പെർമനന്റും. ഇനി നമുക്ക് ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലിക അല്ലെങ്കിൽ അഭൗമികമായ അല്ലെങ്കിൽ അടയാള വരങ്ങളെന്നും അവയെ വിളിക്കാറുണ്ട്. ചില വരങ്ങളെ അടയാള വരങ്ങളെന്നാണ് വിളിക്കുന്നത്. അത് ചില കാര്യങ്ങൾക്ക് അടയാളമായിട്ട് തന്നിരിക്കുക. നമ്മൾ താഴോട്ട് അത് ചിന്തിക്കുന്നതാണ്. അപ്പം 3 പേരുണ്ട് ഇത്തരം വരങ്ങൾക്ക്. 1 ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലികം, 2 സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ അഭൗമികം, 3 സൈൻ അല്ലെങ്കിൽ അടയാളം. ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടില്ല. അവയെ അടയാള വരം എന്നും വിളിക്കാനായിട്ട് സാധിക്കും. അവയെന്താ? അത് ഒരാള് രക്ഷിക്കപ്പെട്ട ശേഷം ഒരാൾക്ക് കിട്ടുന്ന, അന്നേ വരെ അതിന്റെ ലാഞ്ചന പോലും ആളിലില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട് എപ്പോഴോ ദൈവം കൊടുത്ത ഒരു പ്രത്യേക കൃപാവരം, അതാണ് ഈ ടെമ്പററി അല്ലെങ്കിൽ അഭൗമിക അല്ലെങ്കിൽ അടയാള കൃപാവരം. അതുപോലെ തന്നെ മറഞ്ഞിരുന്ന ചില താലന്തുകൾ രക്ഷിക്കപ്പെട്ട ശേഷം ആത്മാവിനാൽ പുനർജീവിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് പുനർജീവിപ്പിക്കപ്പെട്ടു വന്നതായിരിക്കാം. അതുപോലെ പുതിയ കൃപാവരങ്ങളും ദൈവം തരാനുള്ള സാധ്യതയുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പുതിയ കൃപാവരങ്ങള്, അതിന് മുന്നമേ അതിനുള്ള യാതൊരു കഴിവുകളുമില്ല, പക്ഷെങ്കിൽ അത് പുതിയ ഒരു കൃപാവരമായിട്ട് നമ്മളിൽ ഇരിക്കുന്നു. എന്താ? പെർമനന്റ് ആയിട്ടുള്ള കൃപാവരങ്ങള്. പെർമനന്റിന് 3 പേരുണ്ട്. 1 ഭൗമികം അല്ലെങ്കിൽ എഡിഫിക്കേഷൻ, ആത്മവളർച്ചയ്ക്കായിട്ട്, ആത്മിക വർധനയ്ക്കായിട്ടുള്ള കൃപാവരങ്ങൾ. അപ്പം 2ാമത്തെ കാറ്റഗറി സ്ഥിരം അല്ലെങ്കിൽ അഭൗമികം അല്ലെങ്കിൽ ആത്മിക വർധനയ്ക്കുതകുന്ന കൃപാവരങ്ങൾ. ഇവ സ്ഥിരമാണ്,
ഈ ഭൂമിയിൽ തന്നെ ഇതിന് തത്തുല്യമായിട്ടുള്ള കൃപാവരങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ജന്മനാ ഉള്ള കഴിവുകൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ആത്മവരങ്ങളാക്കി മാറ്റുകയാണ്. ജന്മനാ തന്നെ ഈ കഴിവുകളുണ്ട്, ടാലന്റുകളായിട്ട് നമ്മളിലുണ്ട്. ഈ ടാലന്റ് ആര് തന്നതാ? നമ്മൾ പലപ്പോഴും ജന്മസിദ്ധമായിട്ട് നമുക്കുള്ളതൊക്കെ നമ്മുടെയാണെന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് പാടാൻ കഴിവുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് മാത്രം അത് ദൈവം കൊടുത്തല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ യാക്കോബിയെ വായിക്കുന്നുണ്ട്, എല്ലാ നല്ല ദാനങ്ങളും 1:27 ദൈവത്തിൽ നിന്നാണ്. എല്ലാ നല്ല ദാനങ്ങളും. നല്ലതെന്ന് ഈ ലോകത്തിൽ എന്തിനെയൊക്കെ വിളിക്കാമോ അതെല്ലാം ദൈവം തരുന്നതാണ്, ദൈവം തന്നതാണ്. ഇനി മോശമെന്ന് വിളിക്കാവുന്നതോ അതും ദൈവം തന്നതാണ്. പക്ഷെ ദൈവം നല്ലതായിട്ട് സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ വക്രമാക്കി കളഞ്ഞവയാണ് തിന്മകളൊക്കെ തന്നെ. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ ദൈവം വായിക്കുന്നുണ്ട്, ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും സൃഷ്ടിക്കുന്നു, നന്മയെയും തിന്മയെയും സൃഷ്ടിച്ചിരിക്കുന്നു. ശരിയാ, നന്മയെ നേരിട്ട് സൃഷ്ടിച്ചു, തിന്മയെ നേരിട്ടല്ലാതെ ആദ്യം നന്മയായിട്ട് സൃഷ്ടിച്ചിട്ട് ആ നന്മ പിഴച്ചു പോയതാ തിന്മ. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് അതും ദൈവം സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളിലുള്ള താലന്തുകളും ദൈവദത്തമാണ്. രക്ഷിക്കപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തില് അവൻ നല്ലവരുടെ മേലും നീതികെട്ടവരുടെ മേലും സൂര്യനെ വെളിച്ചം നൽകുന്നു, അല്ലെങ്കിൽ മഴ നൽകുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യർക്ക് നന്മകളെ കൊടുക്കുന്ന നന്മകളുടെ ഉറവിടമാണ് ദൈവം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നമ്മളിലുള്ള കഴിവുകൾക്ക് നമ്മൾ ദൈവത്തോടെ കടപ്പെട്ടിരിക്കുന്നു. ഇനിയും കർത്താവിന്റെ 2ാം വരവ് വരെ വിശ്വാസികളിൽ ഇവ നിലനിൽക്കും. ഇത് നിലനിൽക്കുന്നവയാണ്. നിലനിൽക്കുന്ന കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ 2ാം വരവ് വരെ ഇവയെ കൊണ്ട് ആവശ്യമുള്ളൂ. സ്വർഗത്തിൽ ചെന്നാൽ ആകെ ഒരു പണിയേ ഉള്ളൂ, ആരാധന എന്നുള്ള പണി. അതുകൊണ്ട് പിന്നെ അവിടെ കൃപാവരങ്ങൾക്ക് പ്രസക്തിയില്ല. അപ്പൊ 2ാം വരവ് വരെ വിശ്വാസികളിൽ ഈ സ്ഥിര കൃപാവരങ്ങള് നിലനിൽക്കും. ഇനി അഭൗമിക വരത്തിലേക്ക് വരാം. ജ്ഞാനം, നിപുണത അല്ലെങ്കിൽ വിവേകം, അറിയാവുന്ന കാര്യങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാനുള്ള കഴിവ്. 9 അഭൗമിക വരങ്ങളാണുള്ളത്. അതുപോലെ വിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 തരം വിശ്വാസമുണ്ട്. 1 രക്ഷയിക വിശ്വാസം, 2 ആത്മഫലത്തിന്റെ ഭാഗമായിട്ടൊരു വിശ്വാസമുണ്ട്. ആ 9 ആത്മഫലങ്ങളില് ഗലാത്യർ 5:22-23 ഭാഗങ്ങളിൽ നമ്മൾ 9 ആത്മഫലത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതിലൊന്ന് വിശ്വാസമാണ്. അപ്പൊ അതും ഒരു വിശ്വാസമാണ്. ഇനി 3ാമത്തേത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, നമ്മൾ ഈ പറഞ്ഞു വരുന്നത് പ്രത്യേക അത്ഭുതങ്ങൾ ചെയ്യാനുള്ള ആ വിശ്വാസം. അതാ അപ്പോസ്തല പ്രവൃത്തി 3:1-10 വരെ ആ നരിയാണി ഉറയ്ക്കാത്ത ഒരുത്തനെ കൈക്ക് പിടിച്ചുറപ്പിച്ച് എഴുന്നേറ്റ് നടക്കുക ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറയാനുള്ള ആ ധൈര്യം, ആ വിശ്വാസം. അപ്പൊ ഇവിടെ പ്രസക്തമായത് ഈ 3ാമത് പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റാണ്. ഇനിയും രോഗശാന്തി എന്ന് പറഞ്ഞാൽ ഇത് ഒരു വരമായിട്ട് രോഗം സൗഖ്യമാക്കാനുള്ള കഴിവാണ്. ഇതും വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്ന, ദുരുപയോഗം ചെയ്യപ്പെടുന്ന, ദൈവരാജ്യത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഒരു കൃപാവരമാണ് ഈ കൃപാവരം. നമ്മൾ ഇത് അഭൗമ കൃപാവരങ്ങളുടെ കൂട്ടത്തിലാണല്ലോ എഴുതിയിരിക്കുന്നത്, അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അഭൗമ കൃപാവരങ്ങള് നിന്നു പോകാനുള്ളതാണ്. അത് ഒരു ദിവസം നിന്നു പോകാനുള്ളതാണ്. അഭൗമ കൃപാവരങ്ങളെല്ലാം നിന്നു പോകാനുള്ള. രോഗശാന്തി വരം നിന്നു പോകാനുള്ള ഒരു വരമായിരുന്നു. എന്താ ഈ രോഗശാന്തി വരത്തിന്റെ പ്രത്യേകത? ഇത് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. സുന്ദരമെന്നുള്ള ദേവാലയ ഗോപുരത്തെങ്കില് ഇരുന്ന മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നതിന് മുമ്പേ ഈ അപ്പോസ്തലന്മാര് യോഹന്നാനും പത്രോസും 2 പേരോടും ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുക, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചില്ല. 2 അവരോട് അവർക്ക് വേണ്ടി അപ്പോസ്തലന്മാര് പ്രാർത്ഥിച്ചില്ല. പിന്നെന്താ ചെയ്തേ? ഏകപക്ഷീയമായിട്ട് അപ്പോസ്തലന്മാര് തങ്ങൾക്ക് കിട്ടിയ കൃപാവരങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു. അതിനെയാണ് വരമെന്ന് പറയുന്നത്. അപ്പൊ അവര് തോന്നിയ പാടങ്ങ് ഉപയോഗിക്കായിരുന്നു. അല്ല, ആ പ്രത്യേക സാഹചര്യം കണ്ടപ്പോഴ് രോഗശാന്തി എന്ന കൃപാവരം തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഉപയോഗിക്കേണ്ട സമയമാണെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ട് ആ നിമിഷത്തിൽ അവർ ചെയ്യുന്നതാണ്
രോഗശാന്തിയുടെ ഉപയോഗം. അതാണ് ആ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാനായിട്ട് ഇടയായി. അവിടെ പ്രാർത്ഥനയില്ല, മറ്റേയാളിൻ്റെ വിശ്വാസവുമില്ല. അവിടെ ഈ വരപ്രാപ്തന് തൻ്റെ വരമങ്ങ് ഉപയോഗിക്കുകയാണ്. ഈ രോഗശാന്തി വരം നിന്നുപോയ വരങ്ങളുടെ കൂട്ടത്തിലാണ്. ഇത് അഭൗമിക വരമാണ്, താത്കാലിക വരമാണ്, അടയാളവരമാണ്. ഇത് നിന്നുപോയ വരങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പം ചിലര് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരും. അവിടെ എന്താ പറയുന്നത്? അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അതുകൊണ്ട് ഇതിനെ വികലമാക്കി മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് കൊളമാക്കിയിട്ട് ഈ രോഗശാന്തിയുടെ വരം പറയുന്നവർ പറയും കാൽവറി ക്രൂശില് യേശു നമ്മുടെ രോഗത്തിനും സൗഖ്യം വരുത്തിയെന്ന്. നമ്മുടെ രോഗത്തിനും സൗഖ്യം വരുത്തി. അങ്ങനെ സൗഖ്യം വരുത്തി ഇനി രോഗം വരാൻ പാടില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രോഗം വരാനേ പാടില്ല. അത് തന്നെ കാണിക്കുന്ന അവരുടെ ഇന്റർപ്രിട്ടേഷൻ ശരിയല്ലെന്നാണ്. മാത്രമല്ല ഈ വരം എന്നാ സംഭവിച്ചത്? നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ നിവർത്തിയാകുവാൻ തന്നെ. ഇനി അതിന്റെ മുന്നിലത്തെ വാക്യം കൂടെ വായിക്കാം. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. എല്ലാ കാറ്റഗറിയിലുമുള്ള രോഗശാന്തിയും ഭൂതശാന്തിയും എല്ലാം വരുത്തി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, യെശയ്യാ പ്രവാചകനിൽ പറഞ്ഞ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചെന്ന് പറഞ്ഞത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോഴ് നമ്മുടെ രോഗങ്ങൾ കൂടെ വേണ്ടിയാണ് മരിച്ചതെന്നല്ല. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്ന. ചില പണ്ഡിതന്മാർ പറയുന്നത് രോഗമായിരുന്നെന്ന. താൻ തന്നെ രോഗിയായിരുന്നു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ചെയ്യുന്നില്ല, ഞാൻ വേറൊരു കാര്യം ചെയ്യാം, എൻ്റെ കൃപ നിനക്ക് തന്നേക്കാം. അതുപോലെ തന്നെ നമ്മൾ കർത്താവ് പറഞ്ഞ് വായിക്കുന്നുണ്ട്, ദീനക്കാർക്കല്ലാതെ രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. നമ്മൾ ലൂക്കോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. വൈദ്യനായ ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികളുടെ കാലത്ത് ഒരു വൈദ്യൻ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നല്ലേ ലൂക്കോസ്. അപ്പോഴ് വേദപുസ്തകത്തില് ആദ്യകാലങ്ങളില് രോഗശാന്തിയുടെ വരങ്ങൾ നമ്മൾ കാണുന്നെങ്കിലും കാലം ചെന്നപ്പോ ഈ വരം നിന്നുപോയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രോഗശാന്തി വരം നിന്നുപോയി. ഇതൊരു അടയാളവരമാണ്, ഇതൊരു താൽക്കാലിക വരമാണ്. അപ്പൊ ഇന്നെന്തോ ആൾക്കാർ ചെയ്യുന്നത്? വാസ്തവത്തിൽ അതൊരു പറ്റിപ്പീസാ. ഇന്ന് ഇവര് പറയുന്നവരൊന്നും ശരിക്കും വരമാണെന്നും അല്ലെന്നും പറയത്തില്ല. ആണല്ല എന്നുള്ള മട്ടിലാ പറച്ചത്. എന്നിട്ട് കൂട്ടത്തിൽ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ സഹോദര, ഞങ്ങൾക്ക് വരമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കാം, ദൈവത്തിന് ഇഷ്ടമാണ് ഈ സൗഖ്യം എന്ന് പറഞ്ഞിട്ട് വലിയ രോഗശാന്തി, വലിയ ഭൂതശാന്തി, വലിയ ക്രൂസൈഡുകൾ നടത്ത്. അതെന്നാ പറയാത്തേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾ വരത്തില്ല. ഈ രോഗികളെ എങ്ങനെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു ചെപ്പടി വിദ്യയായിട്ടാണ് ഇന്നത്തെ രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ നടത്തപ്പെടുന്നത്. വാസ്തവത്തില് ദൈവ വചനത്തോട് അതിക്രമം കാണിക്കുക. വേദപുസ്തകത്തില് ഈ രോഗശാന്തി വരമെന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടില് അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരുന്നതാണ്. അത് ഒരടയാളവരമായിരുന്നു. നമ്മൾ എന്തിന്റെ അടയാളമാണെന്ന് പിന്നീട് ചിന്തിക്കുന്നതാണ്. അതൊരു അടയാളവരമായിരുന്നു, അതൊരു താൽക്കാലിക വരമായിരുന്നു, അതൊരു അഭൗമിക വരമായിരുന്നു, അത് നിന്നുപോകാനുള്ള വരമായിരുന്നു. അത് നിന്നുപോയി കഴിഞ്ഞു. അപ്പൊ ഇത് പറയുമ്പോഴാണ് അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറഞ്ഞേക്കുന്നത്. ക്രൂശില് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടുകൊണ്ട് ക്രൂശിലൂടെ നമുക്ക് രോഗശാന്തി ഉണ്ടെന്നുള്ള ദുർവ്യാഖ്യാനവുമായിട്ട് വരുന്നില്ല. യേശുക്രിസ്തു ചെയ്തത് വാസ്തവത്തില് ആ രോഗശാന്തി എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന രോഗശാന്തിയേ അല്ല. അതവന്റെ ഒറിജിനൽ കഴിവായിരുന്നു. അതവൻ ആരെയും കൊടുത്തതല്ല. അതവന്റെ ദൈവത്വത്തിൽ നിന്ന് ഉടലെടുത്ത അവന്റെ യഥാർത്ഥമായിട്ടുള്ള അവന്റെ ഒറിജിനൽ കഴിവാണ്. ആ കഴിവ് അവൻ ഭൂമിയിൽ വെച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മള് വാസ്തവത്തില് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറയുന്നു. 1 പത്രോസ് 2:24 നമ്മൾ ഈ കാര്യം വായിക്കുന്നുണ്ട്. അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു.
ആ പാപങ്ങളെയാണ് അവിടെ രോഗം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പത്രോസിന്റെ ലേഖനം 2:24. അപ്പം പാപത്തെക്കുറിച്ചാണ് രോഗമെന്ന് പറയുന്നത്. പാപം വലിയൊരു രോഗമാണ്, ഇതെല്ലാവരെയും കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ നോളജ് അല്ലെങ്കിൽ പരിജ്ഞാനം, മറ്റുള്ളവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള പരിജ്ഞാനം. അനന്യാസിന്റെയും സഫീറയുടെയും കാര്യത്തിലൊക്കെ പത്രോസിന് അതുണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള വരം. അതായത് ഏത് ആത്മാവിലാണ് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത്? ഇന്നൊരാള് രോഗശാന്തി ചെയ്താൽ അത് ശരിക്കുള്ള ആത്മാവിലല്ലെന്ന് അറിയാം, അല്ലേ? അതറിയണമെങ്കിൽ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വേണം. അല്ലെങ്കിൽ ഇന്നൊരാൾ അന്യഭാഷ പറഞ്ഞാൽ ഇത് ദൈവം കൊടുത്തിരിക്കുന്ന അഭൗമിക വരം അല്ല ഉപയോഗിക്കുന്നത്, വേറെ എന്തോ ആണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ കൃപാവരം വേണം. അതാണ് ഈ കൃപാവരത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ പ്രോഫസി, പ്രവചനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. പിന്നീട് മിറക്കിൾസ്, വീര്യപ്രവൃത്തികൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. മരിച്ചവരെ ഉയർപ്പിക്കുക, കപ്പൽ ഛേദത്തിൽപ്പെട്ട ആ സമയത്ത് പൗലോസ് ചെയ്യുന്ന കാര്യങ്ങള്, അതുപോലെ ആ മെലീത്ത എന്ന ദ്വീപിൽ വെച്ച് പാമ്പിനെ എടുത്തെറിഞ്ഞു കളയുന്നത്, കടി കൊണ്ടിട്ടും ചാകാതിരിക്കുന്നത്, യേശുക്രിസ്തു ചെയ്ത അനേക കാര്യങ്ങള്. പക്ഷെ യേശുക്രിസ്തു ചെയ്തത് വരമായിട്ടല്ല ചെയ്തത്, അവന്റെ ഒറിജിനലായിട്ടുള്ള കഴിവായിരുന്നു. അനേക വീര്യപ്രവർത്തികള്, അപ്പോസ്തലന്മാർ മരിച്ചവരെ ഉയർപ്പിച്ച അനേക സന്ദർഭങ്ങള്, അതൊക്കെ വീര്യപ്രവർത്തികളാ. അന്യഭാഷയിൽ സംസാരിക്കുന്നതിനുള്ള ചില നിയമങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാ? 1 കൊരിന്ത്യർ 2:27-28. ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സഭയില്, ഒരാൾക്കൂട്ടത്തില് 3 പേരെ ഏറിയാൽ പറയാൻ പാടുള്ളൂ. 3 പേരിൽ കൂടുതൽ ഒരു സംഘത്തില് അന്യഭാഷ പറയാൻ പാടില്ല. രണ്ടാമത്, ഒരു സമയത്ത് ഒരാൾ മാത്രമേ പറയാൻ പാടുള്ളൂ. മൂന്നാമത്, വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷ പാടില്ല. അങ്ങനെയാണ് ഇന്നത്തെ യോഗങ്ങളിലൊക്കെ ക്രീ എന്നും പറഞ്ഞ് എത്ര പേരാ ചാടിക്കൊണ്ടും ഇരുന്നോണ്ടും ഓടിക്കൊണ്ടും ഒക്കെ അന്യഭാഷ പറയുന്നത്. ഇത് ഏതാത്മാവിലാ? ഈ ആത്മാവ് ഏതാണെന്ന് അറിയണമെങ്കിൽ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള ഒരു വരം വേണം, ഒരു കൃപാവരം വേണം. ഇതൊന്നും പരിശുദ്ധാത്മാവിലാകാൻ കഴിയുകയില്ല. കാരണം ഇതൊന്നും പ്രമാണമനുസരിച്ചല്ലല്ലോ പറയുന്നത്. അല്ലെങ്കിലും അന്യഭാഷ നിന്നുപോയ ഒരടയാളവരമാണ്. അത് അത് തിരുവചനം സമ്പൂർണമായി നൽകിക്കഴിഞ്ഞതോടുകൂടെ അന്യഭാഷ നിന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വ്യാഖ്യാനം, അത് മറ്റൊരു അടയാളപരമാണ്. ഒരാൾ അന്യഭാഷ പറയുമ്പോൾ ഒന്നുകിൽ ആ ആളിന് തന്നെ അല്ലെങ്കിൽ വേറൊരാൾക്ക് ആ ആള് പറഞ്ഞ ഈ നാട്ടിലെങ്ങും പരിചിതമല്ലാത്ത വളരെ അപരിചിതമായ വേറൊരു ദേശക്കാരുടെ ഭാഷ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റാനുള്ള കഴിവ്, അതും ഒരു അഭൗമിക വരമാണ്, ഒരടയാള വരമാണ്. ഇനിയും ഈ അഭൗമിക വരങ്ങള് ആർക്കൊക്കെയാ ലഭിച്ചിരുന്നത്? താഴെ കാണുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഭയമായി അപ്പോസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അപ്പോസ്തോലന്മാരാൽ, ഞാൻ ഇത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തി 5:12. അപ്പോസ്തോലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അപ്പോസ്തോലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. ഇനി അടുത്തത്, അപ്പോസ്തോലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അപ്പൊ ആരാ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തേ? പറഞ്ഞേ. എന്നൊരു ചോദ്യമെങ്കിലും ചോദിച്ചില്ലേ എനിക്കൊരു സമാധാനമില്ല. ആരായിരുന്നു? അപ്പോസ്തോലന്മാരാണ്. മൂന്നാമത്തെ വാക്യത്തിലോ അപ്പോസ്തോലന്മാര് പ്രത്യേകമായിട്ട് അതിനുള്ള കഴിവ് നൽകിയ ചിലര്. സ്തേഫാനോസ് അതിനൊരു ഉദാഹരണമാണ്. മാത്രമല്ല ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് യേശുക്രിസ്തു 70 പേരെ ഈരണ്ടീരണ്ടായിട്ട് അയച്ചിരുന്നു. അവരിൽ ഉൾപ്പെട്ട പലർക്കും ഇതുപോലുള്ള കഴിവുകള് അപ്പോസ്തോലന്മാര് കൊടുത്തു. ആദിമകാല സഭയ്ക്ക് ആവശ്യമായതുകൊണ്ടാണ് അവരെയും അപ്പോസ്തോലന്മാരെന്നും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഈരണ്ടീരണ്ടായിട്ട് 70 പേരെ അയച്ചു, അല്ലെ? അയച്ചു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? അപ്പോസ്തോലന്മാരായിട്ട് അയച്ചെന്ന് തന്നെയാണ്, അയക്കപ്പെട്ടവരാണ്. അപ്പൊ യേശു ക്രിസ്തു 70 പേരെ അയച്ചെങ്കിൽ വാസ്തവത്തില് അവരെല്ലാവരും അപ്പോസ്തോലന്മാരായിരുന്നു. പക്ഷേ
യേശുക്രിസ്തുവിന് പ്രത്യേകമായിട്ട് അപ്പോസ്തലന്മാരെന്നുള്ള പേരുള്ള ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അത് എത്ര പേരാ? 12 പേര്. അതില് യൂദ മാറി, അതിനു പകരം പൗലോസ് വന്നു. അങ്ങനെ വേണേ 13 കൂട്ടാം. അപ്പം പ്രത്യേകമായിട്ട് അപ്പോസ്തോലത്വ സ്ഥാനം കൊടുത്ത 13 പേരും യേശുക്രിസ്തു അയച്ച അപ്പോസ്തോലന്മാരെന്ന് വിളിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന 70 പേരും യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്നു. അവര് ആദിമസഭയുടെ കാലത്തും ഉണ്ടായിരുന്നു. അവരിൽ പലരെയുമാണ് പിന്നീട് ഇതുപോലുള്ള കഴിവുകൾ നൽകിയത്. അതിലൊരാളെയാണ് ചീട്ടിട്ട് അപ്പോസ്തോലൻ, അതിൽ 2 പേരെയാണ് അപ്പോസ്തോലന്മാർ ഇട്ട് അപ്പോസ്തോലനായിട്ട് തെരഞ്ഞെടുത്തതും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ആ 70 പേരിൽപ്പെട്ട പലർക്കും പിന്നീട് ഇതുപോലുള്ള കഴിവുകൾ അപ്പോസ്തോലന്മാർ കൊടുത്തു. അതെന്തുമാകട്ടെ, അപ്പോസ്തോലന്മാരും അവര് പ്രത്യേകമായിട്ട് ഈ കഴിവ് കൊടുത്ത ചിലർക്കും മാത്രമായിരുന്നു ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അടയാള വരങ്ങളും അത്ഭുത വരങ്ങളും ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരുന്നത് എന്നാണ് വചനം പറയുന്നത്. ഇനിയും ആർക്കാണ് ഇത് ലഭിച്ചിരുന്നത്? ഈ വാക്യം ശ്രദ്ധിച്ചേ. എല്ലാവരും അപ്പോസ്തലന്മാരോ? എല്ലാവരും പ്രവാചകന്മാരോ? എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഗ്രീക്ക് ഭാഷയിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം നെഗറ്റീവ് ടാഗാ. ഇല്ല 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 എന്ന് ഉത്തരം കിട്ടത്തക്ക വിധത്തിലായി ഈ ചോദ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എല്ലാവരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും അല്ല. അവർക്ക് വേണ്ടിയാണ് വീര്യപ്രവൃത്തികൾ 1-ാം നൂറ്റാണ്ടിൽ ദൈവം നൽകിയത്. അതെല്ലാവരും അവകാശപ്പെടേണ്ടതില്ല എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അപ്പോസ്തലന്മാർക്കും അവര് പ്രത്യേകമായി അധികാരപ്പെടുത്തിയവർക്കും മാത്രമേ ഈ അടയാള വരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇന്ന് എവിടെയെങ്കിലും ഒരാള് എനിക്ക് ഈ അടയാള വരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ ആത്മാക്കളെ വിവേചിക്കാനുള്ള നമ്മുടെ കഴിവ് ഉപയോഗിക്കുക. ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അടയാളവരം ആകാൻ ഒരു സാധ്യതയുമില്ല. ഒരു പക്ഷെങ്കിൽ അവര് ജെനുവിൻലി മിസ്റ്റേക്കണായിരിക്കണം. അവര് ശുദ്ധന്മാരാണ്, പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ടുണ്ടാകുന്ന ചില അനുഭവങ്ങളായിരിക്കാം. അല്ലെ ചില കേസിൽ പിശാചു നൽകുന്ന ചില കഴിവുകളുമായിരിക്കാം മൃതന്മാരെ തെറ്റിക്കാനായിട്ട്. നമുക്ക് സാധാരണ വിശ്വാസികൾക്ക് അഭൗമിക ആത്മിക വരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത് നമ്മൾ എടുക്കേണ്ടത് അഭൗമിക വരങ്ങളുടെ ഉദ്ദേശമാണ്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച കൊണ്ട് ഇതെങ്ങനെയും തീർക്കാം എന്ന് വിചാരിക്കുന്നു. ദൈവവചനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തെങ്കിലും അർജന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വെരി അർജന്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പോയത്. 3-4 ആഴ്ച കൊണ്ട് തീർക്കണമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് ശമൂവേലിലേക്ക് വരണം. അതിനെക്കുറിച്ച് 19 എന്ന് പറയുന്നവരുണ്ട്, 20 എന്ന് പറയുന്നവരുണ്ട്. ചോദ്യം എത്ര വരങ്ങളാണ് ആകെ ഉള്ളതെന്നാണ്. 19 എന്ന് പറയുന്നവരുണ്ട്, 20 എന്ന് പറയുന്നവരുണ്ട്. ഈ പരിപാലനപരവും ഭരണപരവും ഒന്നാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പം 19 20 ആണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത്രയും ആകണമെന്നില്ല. അതിൽ കൂടുതൽ വരങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് ഇതാണ്, ഈ ഒരേ പേരുകൾ തന്നെ സമാനമായ പേരുകൾ വരുന്നുണ്ട്. ചില പണ്ഡിതന്മാർ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. 19 വരെ എന്ന് പറയുന്നവരുണ്ട്, 20 എന്ന് പറയുന്നവരുണ്ട്, 21 എന്ന് പറയുന്നവരുണ്ട്. 9 വരങ്ങളില്ല. അഭൗമിക വരങ്ങൾ അല്ലെങ്കിൽ അടയാള വരങ്ങൾ. അതിനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതെങ്ങനെയാണ് അടയാളമായിരിക്കുന്നത്, ഇതെന്തിനു വേണ്ടിയാ തന്നതെന്നൊക്കെ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ജോസഫ് ജോസഫിന് അങ്ങനെ ഒരു ഉപദേശ പെശകുണ്ടായിരുന്നു. അതുകൊണ്ട് പരാതിയിലായി 84-ൽ പാട്ട് എഴുതുന്നത്. 84-ൽ വരുമെന്നാണ് പ്രവചിച്ചിരുന്നത്. വന്നില്ലെന്ന് വന്നപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി. അതിനുശേഷമാണ് വന്നെന്ന് പറയുന്നത്. പിന്നീടാണ് ഈ 84-ൽ പാട്ട് എഴുതുമ്പോൾ വന്നെന്ന് പറഞ്ഞിരുന്നില്ല. നീ എന്നാ വരാത്തെന്നും പറഞ്ഞ് പാട്ട് എഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യൂസഫ് ജോസഫിന്. അദ്ദേഹം അവസാനം വന്നുപോയെന്നും പറഞ്ഞ് ദുരുപദേശമൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം ആയിരുന്നത്. അതെ,
പൗലോസിനെ കുറിച്ച് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് വാസ്തവത്തിൽ യൂദയ്ക്ക് പകരം വന്ന അപ്പോസ്തലൻ പൗലോസ് തന്നെയായിരുന്നു എന്നാണ്. ദൈവത്തിൻ്റെ ചോയ്സ്. കുറിയിട്ടാൽ നമുക്ക് രണ്ടുപേരെ കുറിയിട്ടാൽ ഒരാളെ കിട്ടും. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ചോയ്സ് വരുന്നില്ല. 12 അപ്പോസ്തലന്മാർ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അവരുടെ പട്ടണത്തിലെ ഗോപുരങ്ങൾക്ക് പേരിടുമെന്ന് പറഞ്ഞേക്കുന്ന 12 അപ്പോസ്തലന്മാരിൽ പൗലോസ് ആയിരിക്കണം ഉൾപ്പെട്ടെന്നാണ് ഒരു പറ്റം പണ്ഡിതന്മാർ പറയുന്നത്. അത് നമ്മൾ അതിനകത്ത് ഡോഗ്മാറ്റിക് ആകേണ്ട കാര്യമില്ല. ഇന്ന് അപ്പോസ്തലന്മാരെന്നുള്ള വിഭാഗമില്ല. മാത്രമല്ല അപ്പോസ്തലന്മാരെന്നുള്ള അടിസ്ഥാനത്തിലാണ് സഭയെ പണിതേക്കുന്നതെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിസ്ഥാനം ഒരു കെട്ടിടത്തിന് ഇടാൻ പറ്റത്തില്ല. അടിസ്ഥാനം ആദ്യം ചെയ്യുന്നതാണ്. 1-ാം നൂറ്റാണ്ടിലെ ഒരു ഓഫീസായിരുന്നു അപ്പോസ്തലന്മാർ. സാറേ പുറകിൽ. അതെ അതെ ജെയ്സൺ ചോദിച്ച ചോദ്യം, രോഗശാന്തി വരമില്ല എന്നുള്ളത് വചനാനുസരണമാണ്. എന്നാൽ രോഗശാന്തി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? യാക്കോബിന്റെ ലേഖനത്തിൽ രോഗശാന്തി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ശരിയാണ്, ഇന്ന് ഈ രോഗശാന്തി ഉണ്ട്. ആ രോഗശാന്തി പ്രാർത്ഥനയിലൂടെയാണ് ലഭിക്കുന്നത്. അതിൽ പ്രാർത്ഥിക്കുന്ന ആളിന്റെ വിശ്വാസവും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നുവോ ആ ആളിന്റെ വിശ്വാസം, രോഗിയുടെ വിശ്വാസവും ദൈവത്തിന്റെ ഹിതവും പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് സൗഖ്യം വരണമെന്നില്ല, അത് ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ. അപ്പം പ്രാർത്ഥനയിലൂടെയുള്ള രോഗശാന്തിയും രോഗശാന്തി വരത്താലുള്ള രോഗശാന്തിയും രണ്ടാണ്. രോഗശാന്തി എന്ന് പറഞ്ഞാൽ ഹീലിംഗ്. നമുക്ക് 3 തരം ഹീലിംഗ് ഉണ്ട്. 1-ാം നൂറ്റാണ്ടിൽ വരങ്ങളിലൂടെയുള്ള ഹീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും പ്രാർത്ഥനയിലൂടെയുള്ള ഹീലിംഗ് ഉണ്ട്. 3-ാമത് മരുന്നുകളിലൂടെയുള്ള ഹീലിംഗും ഉണ്ട്. അപ്പം രോഗശാന്തി എന്ന് പറഞ്ഞാൽ ഏത് ഹീലിംഗും ആകാം. മരുന്നിലൂടെ രോഗശാന്തി കിട്ടാം, പ്രാർത്ഥനയിലൂടെ കിട്ടാം, വരങ്ങളിലൂടെ കിട്ടാം. അപ്പം രോഗശാന്തി ഇന്നും ഉണ്ട്. പ്രാർത്ഥനയിലൂടെയുള്ള രോഗശാന്തിയും മരുന്നുകളിലൂടെയുള്ള രോഗശാന്തിയും വാസ്തവത്തിൽ ഇന്നും ഉണ്ട്. പ്രാർത്ഥനയിലൂടെയുള്ള രോഗശാന്തി ആണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസവും അതുപോലെ ദൈവത്തിൻ്റെ ഹിതവും അതിൽ പ്രധാനമാണ്. ഒരാൾക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞാൽ സംഭവിക്കുന്നതല്ല ഇന്നത്തെ രോഗശാന്തി. അതെ, ആ എണ്ണപൂശൽ എന്ന് പറയുന്നത് അന്നത്തെ അവരുടെ ഒരു നടപടിക്രമമാണ്. അവരെല്ലാവരും രോഗം വരുമ്പോൾ എണ്ണ പൂശുമായിരുന്നു. അതുകൊണ്ടാണ് ആ എണ്ണപൂശൽ എന്ന് പറയുന്നത്. വിളിച്ചെണ്ണ പൂശുക എന്ന് പറഞ്ഞിരിക്കുന്നത് അന്നത്തെ ഒരു സാധാരണ രീതിയായിരുന്നു. പിന്നെ മൂപ്പന്മാർക്ക് രോഗികളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്ന ചുമതലയും കൂടെ ഉണ്ട് എന്നുള്ള സൂചനയും കൂടാണ് മൂപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക്. നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അവസാന ഒരു ദിവസം 1/2 മണിക്കൂർ ചോദ്യോത്തരത്തിനായിട്ട് മാറ്റിവെക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.